Hello guys, today we are going to play against. Today we are going to play against uh, the beginner bot. ആരുമല്ല നമ്മുടെ മാർട്ടിൻ തന്നെ. ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യം വൈറ്റ് തുടങ്ങാം. നമ്മുടെ മാർട്ടിൻ അല്ലേ, പറയാൻ പറ്റത്തില്ല. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. സോ E4 or reopening. I think you will play E4. സ്റ്റാൻഡ് നമുക്ക് കുറച്ച് ബാലൻസ് ആയിട്ട് കളിക്കാം. My 4-year-old daughter just beat me. Ouch, that is really a useful move. അതെ, yeah. This is a classic King's Pawn opening. അവൻ ഓപ്പണിംഗ് ഒക്കെ അറിയാം. അവളതിനെ അറ്റാക്ക് ചെയ്യുന്നു. വാട്ട് ഷുഡ് ഐ ഡു? ഫ്രീ പോണിനെ എടുക്കാം. അവൻ്റെ സെൻട്രൽ പോണിനെ നമുക്ക് എടുക്കാമോ? സ്കോളേഴ്സ് മീറ്റ് വല്ലതും ചെയ്യുമോ? സ്കോളേഴ്സ് മീറ്റ് ഒന്നും ചെയ്യത്തില്ല. കഴിഞ്ഞ എടുക്കാം. നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം. അടുത്ത നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കളിക്കാം ഗൈസ്. സെൻട്രൽ പോൾ എന്തായാലും വേണ്ട. ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാം. നമുക്ക് ലോങ് കാസിൽ ചെയ്യാം, അതായിരിക്കും നല്ലത് ഗൈസ്. അതെന്തോ ഞാൻ അപ്ലൈ ചെയ്തത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് നമുക്ക് ടേക്ക് ചെയ്യാം. ലോങ് കാസിൽ തന്നെയാണ് ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. ആ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് മിഡിൽ ഗെയിമിലോട്ടൊന്ന് കിടക്കാൻ. നമുക്ക് ഡെവലപ്മെന്റ് ഈസി ആയിട്ടൊന്ന് ചെയ്യും. അത് ചെയ്ത് അവരുടെ ക്യൂന് ഇങ്ങോട്ട് വരും. അതെനിക്കിഷ്ടമല്ല. എന്നാലും കുഴപ്പമില്ല, മാർട്ടിൻ്റെ കൂടെ അല്ലേ. നമുക്ക് അടുത്ത ബാറ്ററി ഉണ്ടാക്കാം. കാസിൽ ചെയ്ത് ബാറ്ററി ഉണ്ടാക്കാം ഓട്ടോ ചെയ്യാൻ. കാസിൽ ചെയ്യാതിരിക്കല്ലേ. നമ്മളിനി ഇതെടുക്കുമോ? സോറി, ഇതെടുക്കുമോ? ഓക്കെ ഓക്കെ, ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ 1% ചെയ്യായിരുന്നു. അല്ലല്ലോ, 5th റാങ്ക് അല്ലേ, 4th-ല്ലേ? 1%. ഓക്കെ ഗായ്സ്, നമുക്ക് നല്ലൊരു പിന്ന് കിട്ടിയതിനെ ആയിരുന്നു. മറ്റേ നമ്മുടെ പഴയ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോനെ ഇവിടെ ഒരെണ്ണം വെച്ചായിരുന്നെങ്കിൽ 1 2 3 4 ഒരു സ്ക്വയറും ഒരു പിന്നും. എൻ്റെ മോനെ, എന്തായാലും ഇതിനൊന്ന് ചെയ്ത് നോക്കാം. മിക്കവാറും ടേക്ക് ആയിരിക്കും. എന്നിട്ട് ഡിസ്കവർ അറ്റാക്കോ ഡിസ്കവർ ഒന്നും കൊടുക്കാനില്ല. മറ്റേ എല്ലാം മിക്കതും എൻ്റെ മേജറും മൈനറും എല്ലാം ഇതിനകത്താണ് ഇരിക്കുന്നത്, വൈറ്റിലാണ് ഇരിക്കുന്നത്. അവൻ എടുത്തില്ല. നമുക്ക് എടുക്കാം.
എന്തായാലും എടുക്കുമല്ലോ. ഞാൻ ഇതും ഇല്ല കളിക്കോ ഇല്ലല്ലോ. നോക്കെന്തായാലും നൈറ്റ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നത് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അറ്റാക്ക് ചെയ്യാം. നമ്മള് 2 കോർണർ സ്ക്വയർ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്തുവാ? കണ്ട ഗൈസ്, അത് മനഃപൂർവ്വം chess.com ബിഗിനേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയത്. കാരണം അവിടെ ടേക്ക് ചെയ്ത എന്തായാലും നമുക്ക് വിന്നിങ് പൊസിഷൻ ആണ്. അത് ഈ സ്ക്വയറിൽ നിന്ന് ലൈറ്റ് അതിന് ഡിഫെൻഡ് ചെയ്യേണ്ടതിന് പകരം അത് ഈ സ്ക്വയറിൽ തന്നെ പോയി. എൻ്റെ മോനെ, ഇതുപോയാലും ചെക്ക് ഡബിൾ ചെക്ക് ആവോ? ഇല്ല. പുഷ് ചെയ്യണ്ട, പിന്നെ പുഷ് ചെയ്യണം. ഓക്കെ, ഇനി കുറച്ച് ഡിഫൻസ് കൊടുക്കാം. നമുക്കടുത്ത് ഇതിന് ബാറ്ററി ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് കയറി എന്നിട്ട് മാർട്ടിൻസ് റിപ്ലൈ എന്തായിരിക്കും? ഇപ്പൊ വല്ല റുക്കിനെ വല്ല അറ്റാക്ക് തന്നെ നൈറ്റിന് സോളിഡ് നോക്കാനെ പിന്നെ ചെയ്ത് വെക്കാം. പിന്നാണ് അതുകൊണ്ട് അവന് ഇങ്ങോട്ട് നീങ്ങാൻ പറ്റത്തില്ല. അവൻ ഒരു സ്ക്വയറിലും ഇനി അവൻ നീങ്ങാൻ പറ്റത്തില്ല. വളരെ സേഫായിട്ട് ടേക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അതെന്താ ഞാൻ ആ മൂവ് ചെയ്ത് നമുക്ക് റുക്ക് കൊണ്ട് എടുക്കാം. റുക്ക് വെച്ചെടുത്താൽ ചെക്കിലാവും. റുക്ക് വെച്ചിട്ട് ചെക്ക് കൊടുക്കാം. എന്നിട്ട് അവൻ അങ്ങോട്ട് നമുക്ക് ഫ്രീ പീസ് എല്ലാം നമുക്ക് ഗോബിൾ ചെയ്യാം ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇത്ര? അയ്യോ, ഞാൻ ബ്ലണ്ടർ ചെയ്ത്. എന്റെ മനസ്സിൽ പോയി ഞാൻ ബ്ലണ്ടർ ചെയ്തില്ല. ഓക്കെ, അങ്ങനെ പ്രേമോ ചെയ്താലോ ഗൈസ്? അത്ര ആയില്ല, എനിക്ക് ആയില്ല. ഈ നൈറ്റ് ഉള്ളോണ്ടേ വേറെ വല്ല നമുക്ക് അതിന്റെ മൂവ്സ് അറിയായിരുന്നു. ഇവനിത് ഇനി ഇങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് ടേക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ബ്ലണ്ടർ ചെയ്യും.
ഇവൻ ആരടാ? ചെക്ക് ടേക്ക് എന്തായാലും നമ്മള് ജയിക്കും. കാത്തിരുന്നൊരു 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 ചെയ്താലോ? കാത്തിരുന്നൊരു 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 കാത്തിരുന്ന് നമുക്ക് പ്രീമോ ഇതൊക്കെ ഇൻഡ്യൂഷൻ വെച്ച് നോക്കാം. We checkmated Martin with the blunders. എന്നാലും guys, we beat Martin. നമുക്കിനി ബ്ലാക്ക് വെച്ച് കളിച്ചു നോക്കാം. 43 moves guys. നമുക്കിനി പെട്ടെന്ന് തോപ്പിക്കാൻ നോക്കാം. D4 ആയിരിക്കുമല്ലോ. D4 അല്ല ഡി. ഓയ് അവൻ ഇംഗ്ലണ്ടിനെ പറ്റി തന്നെ അവന് കളിക്കണം. മാർട്ടിനീസ് ആള് പ്രീമോ ചെയ്യുമ്പം നല്ല കളി കളിക്കും. നല്ല സൂപ്പർ കിടക്ക് കളി കളിക്കാൻ. എന്നാ ചെയ്യണമെന്ന് എന്നോട് തന്നെ ചോദിച്ചു. ഓക്കെ നമ്മുടെ ഒരു ബ്ലാക്ക് പീസ് ഉള്ള പോലെ തന്നെ ഉണ്ടേ. അയ്യോ നിർത്താം. അവനെന്തായാലും അങ്ങോട്ട് നമുക്ക് എന്തായാലും നമ്മുടെ E4 തന്നെ. സോറി E5 തന്നെ. D4 കളിക്കാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കണ്ടോ ബ്ലണ്ടർ ചെയ്തോ? എന്നാ ബ്ലണ്ടറാണ്. നമുക്ക് ഇനി ഇതുകൊണ്ട് മാത്രം എടുക്കാം. എന്നാലും ഗൈസ് ഇതിനൊരു ടാക്ടിക്കില്ല. കീപ് യുവർ ഐസ് ഓപ്പൺ. ഫസ്റ്റ് യു കീപ് യുവർ ഐസ് ഓപ്പൺ. ഇപ്പൊ ഒരു ചളി ഡയലോഗ് അടിക്കും ഗൈസ്. കണ്ടോളാം. 3 there goes my best piece എന്നൊക്കെ പറയും. സൂക്ഷിച്ചു നോക്കി അറിയാം ഗൈസ്. മാർട്ടിനിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററിന്റെ ഒരു മുഖമുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. അതെ there goes my best piece. നമുക്കിവിടെ നൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബിഷപ്പിനെ വെച്ച് നമുക്ക് പിൻ ചെയ്യായിരുന്നു. പക്ഷെ നൈറ്റ് ഇല്ല. അതുകൊണ്ട് നോർമൽ ടാക്ടിക്സ് തന്നെ കളിക്കുവാണ്. എന്നാൽ ഇവിടെ ഡബിൾ പോൺ ഉള്ളതും ഇഷ്ടമല്ല. കാരണം അതിനെ ഇനി മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകേണ്ടി വരും. അയ്യോ ഞാൻ ബ്ലണ്ടർ ചെയ്തേ. അയ്യോ എനിക്ക് എന്തായാലും ബ്ലണ്ടർ കൂടുന്നുണ്ട്. എന്തോയാണ് ഗൈസ്. എനിക്ക് ഇപ്പോഴും ഉണ്ട് ഗൈസ് ഇവിടെ നൈറ്റ് ഇരുന്നിട്ട് ഞാൻ ഇനി അറ്റാക്ക് ചെയ്ത്. കാരണം ഞാൻ എപ്പോഴും കളിക്കുന്നത് അങ്ങനെയാണ്. നൈറ്റ് ഇവിടെ വരും. എന്നിട്ട് എവിടായിരുന്നു ഈ പോളിനെ ക്യാപ്ചർ ചെയ്യും വിത്ത് സപ്പോർട്ട് ഓഫ് ഇതിന്റെ സപ്പോർട്ട് ഉണ്ട്. അത് അങ്ങനെയാണ് ഞാൻ എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ റെസ്റ്റിംഗ് പൊസിഷന് വരും. ഇവിടെ ഇതാണ് എൻ്റെ മെയിൻ പൊസിഷൻ. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ടും കുറെ അത്യാവശ്യം നല്ല പൊസിഷനാണ്. ഇങ്ങോട്ട് പോവാ. സോറി അങ്ങനെ പോവാ. അങ്ങനെ എല്ലാം മിക്ക സെൻറ്റർ പോലെ മൊത്തത്താലും
കാരണം ഞാൻ ഇങ്ങോട്ട് വരും. ഇത്ര ബ്ലണ്ടർ ഒന്നും ഞാൻ കളിച്ചിട്ടില്ല മാർട്ടിൻ്റെ കൂടെ ഇല്ലാതെ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ പോവും. എന്നിട്ട് ഞാൻ എൻ്റെ റെസ്റ്റിംഗ് പൊസിഷൻ വരും. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇതിനെ എടുക്കായിരുന്നു. അപ്പം ലൈറ്റ് വെച്ചാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ എന്തോ പറ്റിയെന്ന് നമുക്ക് ബിഷപ്പിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ എടുക്കില്ലല്ലോ. ഞാൻ ഹിക്കാറുവിന്റെ ബോർഡ് സെറ്റിംഗ് വെച്ചാണ് കളിക്കുന്നത്. ഇത് പ്രീമൂവിന് കൊള്ളാമെന്ന് നോക്കിയാണ്. നല്ല ബോളാണ്. ഈ പീസസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരു ബാറ്ററി ഉണ്ടാക്കാം. ഇപ്പൊ എത്ര ടൈം ആണെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കട്ടെ. 16 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഈ മാർട്ടിന്റെ കുഴപ്പമെന്ന് വെച്ചാ അവൻ പെട്ടെന്ന് കളിക്കത്തില്ല. സ്റ്റോക്ക് ഫിഷ് ഉണ്ട്. സ്റ്റോക്ക് ഫിഷ് കളിക്കൂ മാർട്ടിൻ, കളിക്കൂ. എന്നാലും ഞാൻ ഇത് നേരെയൊക്കെ ഫോൺ വെച്ചെടുക്കായിരുന്നെങ്കിൽ ഞാൻ എല്ലാം ഡെവലപ്പായി അങ്ങ് പോയിട്ടൊരു കീനെ അങ്ങ് ഉണ്ടാക്കാം. മറ്റേ ഹിക്കാറിന്റെ ഗെയിമും ഞാൻ കളിച്ചാൽ ഗൈസ്. ബിഷപ്പ് ഫുള്ള് ആരോടെ കളിയാണ്. ഓക്കെ, അടുത്ത് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതിനെ ആദ്യം ഇവിടെ ഇത് കിക്ക് ചെയ്യണം. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവെക്കണം. അപ്പൊ എന്നാലും ബൈ 13 മൂവ്സ് ആയിട്ടുള്ളൂ. 43 മൂവ്സ് ഒന്നും ആയിട്ടില്ല. ഇംഗ്ലണ്ട് ഗാംബിറ്റ് ആണ്. കവൺ മാർട്ടിൻ, പ്ലേ. ഓക്കെ, നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ നൈറ്റിനെ നമുക്ക് വേണ്ട. എനിക്ക് വേണ്ട. എന്നിട്ട് നമുക്ക് ഈ നൈറ്റ് ഇല്ലാതെ കൊള്ളായിരുന്നു. ഈ നൈറ്റിനെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇതിനെ ഓടിച്ചു വിടണം. ഇങ്ങോട്ടോ എല്ലാം ഓടിച്ചു വിടണം. നമുക്കത് ഈ നൈറ്റിനെ ഓടിച്ചു വിടാം. കാരണം ഇത് രണ്ടും ബിഷപ്പിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതാണ് പണി. ഈ 2 സ്ക്വയറും ബിഷപ്പിനെയാണ്. എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ബാറ്ററി വെച്ച് നമുക്ക് ഇതിനെ അറ്റാക്ക് ചെയ്യണം. എന്നിട്ട് ചെക്ക്മേറ്റ് ചെയ്യണം. അതിന് നമുക്ക് ഇത് രണ്ടും വേണ്ട. കാരണം ഇത് രണ്ടും ഇത് ഇതിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇതും ഇതിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇതാണ് കളിക്കാത്തത് മാർട്ടിൻ. കമാൻ മാർട്ടിൻ, പ്ലേ. മാർട്ടിൻ കളിച്ചോ? ഇല്ലല്ലോ. ഇപ്പോഴാ കളിച്ചത്. എനിക്ക് തോന്നി കേസ് അങ്ങനത്തെ എല്ലാം ചീത്ത മൂവല്ല കളിക്കത്തുള്ളൂ. യു ആർ ബാഡ്. യു നീഡ് ടു സ്റ്റഡി ചെസ്. ബി ലൈക്ക് യുവർ സൺ ആൻഡ് യുവർ വൈഫ്. മാർട്ടിൻ്റെ എൻ്റെ അമ്മൻ്റെ നിങ്ങൾ ആ ബോട്ടിന്റെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അയ്യോ, മാർട്ടിൻ എത്ര പിള്ളേരുണ്ട്? 16. അത്രയോടെ പിള്ളേരുണ്ട്. അതിനകത്ത് 16ാമത്തെ മോനെ വരെ അതിനകത്ത് കളിക്കുന്നുണ്ട്. അത്രയ്ക്ക് സീനാണ്. പിന്നെ മാർട്ടിന്റെ വൈഫ് ഭയങ്കര കളിയാണ് ഗൈസ്. എനിക്ക് ഏകദേശം ഞാൻ 5 കളി തോറ്റിട്ടാണ് 5 കളി ഞാൻ തോറ്റു. 5 കളി തോറ്റിട്ടാണ് ഞാൻ 6ാമത്തെ കളി ഒന്ന് ഡ്രോ ബൈ മറ്റേ സാധനമില്ലല്ലോ, ഡ്രോ ബൈ
ഈ എന്തുവാ ഡ്രോ ബൈ പീസസ് ഇല്ലാത്തതിന് പേര് പറയും. ഞാൻ ഇതിനകത്ത് ഞാൻ ദ മെഷീനാണ് ഗൈസ്. ഡിസ്കവർ യുവർ ചെസ് പേഴ്സണാലിറ്റിയിൽ ഞാൻ മെഷീനാണ്. മെഷീൻ. ഐ ആം എ മെഷീൻ. Machine. It's time to checkmate. Checkmate ആയില്ല. ഓക്കെ, ഇവനെ ഓടിച്ചു വിട്ടില്ലെങ്കിൽ പണിയാണ്. ഇവനെ നമുക്ക് എങ്ങനെയും ഓടിക്കണം ഗൈസ്. അതിന് നമ്മൾ ആദ്യം ഇവനെ എടുക്കും. അപ്പൊ നോക്കി ഇങ്ങോട്ട് എടുത്ത് ഒറ്റ ചെക്ക്മേറ്റ്. ഓ ലൈക്ക് അപ്പൊ അങ്ങനാണല്ലേ കാര്യങ്ങൾ. ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ നമ്മള് ഇതിനെ വെച്ചാൽ അതിന്റെ പാത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യും. തോന്നി അവന് നമുക്കത് ചെക്ക് കൊടുക്കാം. ചെക്ക്. ഇനി അവൻ പെട്ട് ഗൈസ്. 101% അവൻ പെട്ട്. നമ്മൾ ആദ്യം തന്നെ എടുക്കും. അപ്പൊ അവന്റെ സ്ഥലം കുറയും. എന്നിട്ട് നമ്മൾ വെട്ടും. I think now it's going to be game over. എന്നാലും ഇതിനെ എടുക്കും. Mate. Yes guys, 29 moves on മാർട്ടിനെ ബീറ്റിരിക്കുകയാണ്. അപ്പൊ വലിയ ചെറിയ കാര്യമെന്നറിയാം. ഞാൻ പണ്ട് ഇത് ഞാൻ മാക്സിമം നീട്ടുവാണ് ഗൈസ്. നമുക്ക് 20 മിനിറ്റ് എങ്കിലും ബ്രേക്ക് ചെയ്യണം. എനിക്ക് അതായിരുന്നു എൻ്റെ ഇന്നത്തെ ആഗ്രഹം. 20 മിനിറ്റ് ബ്രേക്ക് ചെയ്തോ. യെസ് ഗൈസ്, വി ആർ 22 മിനിറ്റ്സ്. 2 മിനിറ്റ്സ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ദിസ് ഇസ് ടുഡേയ്സ് വീഡിയോ. We play Martin and want two games. Absolutely, because ഞാൻ തോറ്റാ പിന്നെ ഞാൻ ആരായി. Okay guys, hope you like the video. See you later tomorrow. നമുക്കൊരു പ്രീ മൂവി നോക്കാം. ഞാൻ നോക്കുമായിരിക്കും. ഇങ്ങനെ ബോബി എന്ന് പറഞ്ഞ യൂട്യൂബറിന്റെ കളിയുണ്ട് ഗൈസ്. എന്റെ മോന് വല്ലാത്ത കളിയാണ്. പറഞ്ഞ എല്ലാ പീസസിനെയും അവൻ എടുക്കും. നമുക്ക് നോക്കാം ഗൈസ്, ഇതൊന്നും നമുക്ക് നോക്കാം ഇതെങ്ങനെ ഇരിക്കുമെന്ന്. എന്തായാലും അറിയാം എൻ്റെ ക്യൂവിൻ്റെ കാര്യം പോക്കാണ്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കുമെന്ന്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുവാണ്. പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോറി ഗൈസ്. സോ നമുക്ക് നോക്കാം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കുമെന്ന്. അത് നമുക്കിപ്പോൾ ഒരു വീഡിയോയിലാക്കാം. കാരണം ഇതിപ്പോൾ 30 മിനിറ്റ്സ് ആവുന്നു. ലോങ് ടൈമാണ് വീഡിയോ. ഓക്കെ, കുറേ ലോങ് വീഡിയോസ് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.